നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞത്, മക്കത്ത് നിന്ന് ഉറക്കെ സംസാരിച്ചാലും ഒരു പ്രശ്നമൊന്നുമില്ല. അതിന്റെ പേരിൽ കഅബത്തിന്റെ അടുത്ത് നിന്ന് ഒരാൾ ഉറക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഉറക്കെ ദിക്ർ ചൊല്ലുന്നത് പോലും, ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നത് പോലും എന്തില്ല, മക്കയിൽ അതൊരു പ്രശ്നമല്ല. ഉറക്കെയാണ് നമ്മൾ ദിക്ർ എല്ലാവരും. يا سيدي يا رسول الصلاة والسلام عليك يا نبي الرحمة يا رسول റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോലും ഓവർ ഉള്ളാക്കിട്ടിട്ട് പറയാൻ പാടില്ല. ഉള്ളാക്കിട്ടിട്ട് ഒരു അതപകേടായിട്ട് പറയാൻ പാടില്ല. ഭൗതിക വർത്താനങ്ങൾ എന്തായാലും പാടില്ല. ശബ്ദം ഉയർത്തി അവിടുന്ന് സംസാരിക്കാൻ പാടില്ല. മദീനത്ത് നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം എങ്ങനെയായിരുന്നോ അതിനേക്കാളും വലിയ ഉള്ളാക്കിൽ, വലിയ ശബ്ദത്തിൽ നമ്മൾ ഉറക്കെ ശബ്ദിച്ചാൽ അമാലുക്കും, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് ഖുർആൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഇവിടുന്ന് തന്നെ കാണാം. ഓക്കെ, ട്രെയിന് പോകുന്ന പിന്നെ പാലാണിത് കേട്ടോ. റെയിൽ മറ്റേ മദീനയിലേക്കും മറ്റൊക്കെ മെട്രോ റെയിൽവേന്റെ കാഴ്ചകളാണ് അടുത്ത ഭാഗത്ത്. കുറെ ഉണ്ടാവും, നമ്മളിന് കാണാൻ വേണ്ടി തയ്യാറാണ്. ഇവരൊക്കെ കാര്യമൊക്കെ തുടങ്ങി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്നതാണ്. بمجرد وصولك إلى الصالة رقم 1 طريقك نحو مكة المكرمة سيكون سهلا وميسرا عبر قطار الحرمين. يمكنك حجز تذكرتك عبر موقع وتطبيق قطار الحرمين السريع من خلال الأجهزة الذكية، كما يمكنك الحجز مباشرة فور وصولك للمحطة. بعد ذلك توجه نحو البوابة الإلكترونية لمسح التذكرة وركوب القطار لتصل إلى مكة المكرمة خلال 54 دقيقة بإذن الله. عمرة مقبولة إن شاء الله. ശബ്ദം അതപകേട് കാണിക്കരുത്. റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സ് ക്ലിയറായി ചെല്ല, ധാരാളം സ്വലാത്ത് ചൊല്ലിയും കൊണ്ടാണ് അപകടം ചെല്ലാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇറങ്ങി നീച്ച ക്ഷീണമൊക്കെ മാറിയിട്ട് നമുക്ക് ദിക്റും സ്വലാത്തൊക്കെ അവിടെ എത്താൻ സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ സ്വലാത്ത് ദിക്റൊക്കെ നമുക്ക് തുടങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാണ്. ബൈത്തുകൾ റസൂലുള്ളാഹിന്റെ മധുകളൊക്കെ പാടിപ്പോകണം ഇൻഷാ അല്ലാഹ്. أهل المدينة فين نروح بحالنا، والله البكا ما عاد يبرد قلبنا. بالله تقولوا للحبيب المصطفى يعطف علينا من الله بكبادنا.
അതിന്റെ മുമ്പ് നമുക്ക് ബദറിൽ പോകാണ്ട് ഇൻഷാ അല്ലാഹ് ബദറിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ നേരത്തെയാണ് സാധാരണ 2 മണിക്ക് പോകുന്നത്, നമ്മൾ 11:30 തന്നെ നമുക്ക് പോയി ഇതിന്റെ മുമ്പുള്ള കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ്. അവിടെ 2-3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. മലക്കുകൾ ഇറങ്ങിയ മലയാണ് ജബലു മലായിക, നമുക്ക് കാണാം. അതുപോലെ തന്നെ മുത്തുനബിയും സഹാബത്തും ബദറിന്റെ തലേന്ന് ഇരുന്ന സ്ഥലം, സിദ്ദീഖ് തങ്ങളോടൊപ്പം മുത്തുനബി ഇരുന്ന് കരഞ്ഞ് ഉയർന്ന സ്ഥലത്തൊരു പള്ളിയുണ്ട്, ഹരീസ് പള്ളി കാണാം. ബദർ യുദ്ധം നടന്ന പോർക്കളം, ബദർ യുദ്ധക്കളം നമുക്ക് കാണാം. അങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് ബദർ ശുഹദാക്കൾ അടുത്ത് ഇറങ്ങി സിയാറത്തും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബദരീകളെടുത്ത് പോകണ്ടേ ഇൻഷാ അല്ലാഹ്, അവിടെ നമുക്ക് പോകാം. അല്ലാഹു ഭാഗ്യം നൽകുന്നതാവട്ടെ. അതാണ് മറ്റൊന്ന്. മറ്റു വിഷയങ്ങൾ നമ്മൾ മദീനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ ഇറങ്ങി എണീറ്റ് പിന്നെ അത് പറഞ്ഞാൽ മനസ്സിലായോ, നേരത്തെ തന്നെ പറയുന്നത്. മദീനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ റൂമിലൊക്കെ എത്തിയ ശേഷം എല്ലാവർക്കും ഒന്ന് റാഹത്തായി വേഗം ഒന്ന് വെള്ളം പാർന്ന് ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ റൂം സെറ്റാക്കി തരും. റൂം സെറ്റാക്കിയ ഉടനെ നമുക്ക് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലെത്താൻ, ആ പച്ചക്കുട്ട ഒന്ന് കാണാൻ, മദീന മലർവാടി ഒന്ന് കണ്ട് നമ്മുടെ കണ്ണിന് കുളിരണിയാൻ നമ്മൾ എത്ര കാലമായി ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ആഗ്രഹം പൂവണിയാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. മുത്തുനബിന്റെ ഹദറത്തിലെത്തി നമുക്ക് സലാം പറഞ്ഞ്, നമ്മളോട് സലാം ഏൽപ്പിച്ചവരെ സലാമൊക്കെ അവിടെ പറഞ്ഞ്, നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് 2-3 ദിവസം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച, ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ, ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ല നിലക്ക് നാട്ടിലേക്ക് മടങ്ങാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. في حجركم معدن أنا من لي غير أنوركم في ظلال المصطفى أركن في ظلال المصطفى. പ്രത്യേകിച്ച് റൂമിന്റെ കാര്യത്തിലൊക്കെ തുടക്കത്തിലെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. പരമാവധി നമുക്ക് ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും നിൽക്കുന്നതാണ് ശരി. അതിന് എതിരായി വല്ല സാധ്യതകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുകയാണെങ്കിൽ നോക്കാം. അതേസമയം മദീനത്ത് ഒരാള് ആണുങ്ങളെ റൂം 2 ആണുങ്ങൾ നിൽക്കേണ്ടത് 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും നിന്ന് കംപ്ലൈന്റ് വന്നാൽ പിന്നീട് വരുന്ന അവസാനത്തെ 2 ആണ് 2 പെണ്ണ് കംപ്ലൈന്റ് വന്നു വിചാരിക്കാം, ഇവർക്ക് വേറെ റൂം എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ 450 രൂപയാണ് ഒരു റൂമിന് നമുക്ക് അധികം ചെലവ് വരിക. 450 നമ്മൾ അത് അധികം ഇവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് ഇപ്പം റബീഉൽ അവ്വലിൽ ഒരു റൂമിന് 450 റിയാലാണ്. 450 റിയാൽ നിങ്ങൾ നാട്ടിൽ കൂട്ടി അറിയാം. അങ്ങനെ 3 ദിവസത്തെ 450 എത്രയാവും നമുക്കൊക്കെ ചിന്തിച്ചാൽ അറിയുന്നതാണ്. നമ്മൾ കൊടുത്ത ചെറിയ ക്യാഷിന് ഫാമിലി സൗകര്യങ്ങൾ മുഴുവൻ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ല സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധുമാര് അല്ലെങ്കിൽ അവിടെ കഴിയുന്നുണ്ടെങ്കിൽ അവരത് അറിയിക്കും. അതല്ലെങ്കിൽ നമുക്ക് അതല്ലാത്തൊരു രീതി, ഒറ്റയ്ക്ക് റമ്മുണ്ട് അല്ലെങ്കിൽ ഇളയമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ മക്കൾക്കാണേലും മദീനത്താണേലും ഒന്നും പ്രശ്നങ്ങളില്ല. ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും നിന്നാൽ തന്നെ ഞമ്മക്ക് ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് രാത്രിയില് പെട്ടി കെട്ടലോ അതൊക്കെ പോകുന്നതിന്റെ തലേന്ന് രാത്രി എല്ലാവരുടെ അടുത്ത് നമ്മൾ വരും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിന് പറ്റാവുന്ന റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ ലഗേജുകളൊക്കെ ക്ലിയർ ചെയ്ത് 25 കിലോത്തിന്റെ അധികം ഉണ്ടോ എന്ന് തൂക്കി നോക്കി തൂക്കലും ലഗേജ് തൂക്കും. അതുപോലെ തന്നെ ലഗേജ് കെട്ടി റെഡിയാകാത്ത ഏതെങ്കിലും ഉമ്മാര് പാവപ്പെട്ടവർ അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും വെച്ച് അതൊക്കെ ശരിയാക്കി തരും. അതിലൊന്നും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പേടിക്കണ്ട. നമ്മള് ബ്രഷും പേസ്റ്റും ഇതൊക്കെ അവനാന്റെ ബാഗിൽ തന്നെ വേറെ ആക്കിയിടുക. ചിലപ്പോ മദീനത്തുള്ള സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യമുള്ള നിങ്ങളോട് പറഞ്ഞുതരാം.
ഞങ്ങള് ഒരാള് 10ാം നിലയിലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാ പറയുന്നത്. 2ാം നിലയിലാണ് ഫസ്റ്റ് റൂം കിട്ടിയത്, അവിടെ 2 റൂം കിട്ടി. പിന്നെ 6ാം നിലയിലുണ്ട്, 8ാം നിലയിലുണ്ട്, 10ാം നിലയിലുണ്ട്. ഇവിടെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഒരു നില തന്നെ കിട്ടണം എന്ന് പറഞ്ഞാല് ഞങ്ങളെ സംസാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അന്ന് ഹജ്ജിന്റെ ഇത് കഴിഞ്ഞ ഉടനെയാണ്, നല്ല തിരക്കുള്ള സമയമാണ്. ഉസ്താദ് നിങ്ങള് ദയവ് വിചാരിച്ചിട്ട് അത്തരം വിഷയങ്ങളൊന്നും ഞങ്ങളോട് പറയരുത്, അതൊന്നും ഇവിടെ നടക്കണ കാര്യമില്ല, നിങ്ങൾ ഉള്ള റൂമിൽ നിന്നോളി, കിട്ടുന്ന റൂമിൽ നിന്നോളി, അതേപ്പോ നടക്കുള്ളൂ എന്നാണ് നമ്മുടെ ആള് പറഞ്ഞത്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. മദീനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കത്തെ പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തില് നമുക്ക് പറ്റൂല, അവിടെ നിശ്ചിത ടൈമിലേ പറ്റൂ, വേറൊരു ടൈമിലൂടെ പറ്റൂല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം എന്തുണ്ടാവില്ല, മക്കത്തെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ മക്കത്ത് വല്ലാതെ മലബിയന്റെ ശല്യമില്ല, വല്ലാതെ വന്ന് കംപ്ലൈന്റ് ആവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യത്തെ മക്കത്ത് വന്നിട്ട് ഫൈൻ ഇടുന്ന കണ്ടിട്ടുള്ളൂ. മദീനത്ത് ഒരു ക്ലാസ്സോ ഒരു ചായ ക്ലാസ്സോ ഒരു ബേക്കറിയുടെ കവറോ ടേബിളിൽ നിന്ന് അലക്ഷ്യമായി കിടക്കുന്നതോ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ടൈം അല്ലാത്ത ടൈമിൽ അവിടെ ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കഴിക്കുന്നതോ കണ്ടാൽ വരെ ബലദിയ കയറി ഫൈൻ ഇടണം. അതോട് സാധേ ചെന്നൈക്കനോട് പറയാം, നമ്മളോട് വേറെ ലോകിയൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ മദീന ഇപ്പൊ മക്കത്തെ ചെക്കന്മാര് നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു, അവര് നല്ല മട്ടത്തിലായിരുന്നു. മദീനക്കാര് കണ്ട ഈ കാലത്തിന് സാധേ ടൈം ഒന്നെടുത്തോളൂ കേട്ടോ, ടൈം ഒന്നെടുത്തോളൂ സാധേ, ഇന്ന ടൈമാണ് രാവിലെ 6 to 7, അതിലപ്പുറം ഒരു മിനിറ്റ് വൈകി നമ്മൾക്ക് ഭക്ഷണം തരാൻ കഴിയൂലട്ടില്ല, ഒരു കർശനമായിട്ട് പറയും. അപ്പൊ മദീന നമ്മൾ കരുതിയ പോലെയല്ല, അവിടെ ഭയങ്കര കർശനമായ നിയന്ത്രണമാണ്. അപ്പോ റൂമിനും നല്ല ടൈറ്റാണ്, ഒരുപാട് ഇതുണ്ട്. നമ്മുടെ നാട്ടിലത്തെ റൂമുമാതിരി സാഹചര്യം പോലെ അതുപോലെ തന്നെ ഡ്രസ്സുകളൊന്നും അവിടെ അലക്കിടാൻ നിൽക്കരുത്, നമുക്കാണ് സൗകര്യങ്ങളില്ല. അപ്പൊ മക്കത്തുള്ള ഒരു സംഗതിയും അല്ല മദീനത്ത് നമ്മൾ മനസ്സിലാക്കണം. മണൽക്കാട്ടിലൊളിയിലെങ്കി മാരതം വിളയുന്നു, മശരീക്കിൽ മഗ്രിബിൽ പ്രഭ തൂകുന്നു, റബ്ബിൻ മഹനീയ നാമം വാഴ്ത്തി ശുക്രോതുന്നു, അതിലേക ചിരിക്കുന്നു മാഹി എങ്ങും ജോലിക്കുന്നു, മഹമൂദർ നബി ഹക്ക് മൊഴിഞ്ഞിടുന്നു, സർവ മഹ്ലൂക്കും സലാം ചൊല്ലി എതിരേൽക്കുന്നു. ഐഷപ്പള്ളിയാണ് കേട്ടോ വലതു ഭാഗത്തെ അറബിന്റെ അതിർത്തികൾ മുന്നിൽ കാഴ്ചകളൊക്കെ ഒന്നും കൂടി കാണാം. അള്ളാഹു ഈ സ്ഥലത്ത് പല പ്രാവശ്യം നമ്മളൊക്കെ അള്ളാഹു ഇനി എത്തിച്ചു തരട്ടെ. ഐഷപ്പള്ളി ബാക്കിൽ അറബിന്റെ അതിർത്തി കാര്യങ്ങളൊക്കെ. ഐഷപ്പള്ളിയാണ് കേട്ടോ വലതു ഭാഗത്തെ അറബിന്റെ അതിർത്തികൾ മുന്നിൽ കാഴ്ചകളൊക്കെ ഒന്നും കൂടി കാണാം. അള്ളാഹു ഈ സ്ഥലത്ത് പല പ്രാവശ്യം നമ്മളൊക്കെ അള്ളാഹു ഇനി എത്തിച്ചു തരട്ടെ. ഐഷപ്പള്ളി ബാക്കിൽ അറബിന്റെ അതിർത്തി കാര്യങ്ങളൊക്കെ. പിന്നെ മക്കത്ത് ചെന്നാൽ മദീനത്ത് ചെന്ന വേറെ പ്രശ്നമുണ്ട്, പെട്ടെന്ന് അസുഖങ്ങൾ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് മദീനയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ ബിലാൽ തങ്ങൾക്ക് അബൂബക്കറിന്റെ പനി പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേർന്നു എന്നാണ്. പഠിച്ചോനെ അവരൊക്കെ വിഷമിച്ചിട്ട് പറഞ്ഞു എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പഠിച്ചോനെ എനിക്കൊരു ദിവസമെങ്കിലും മക്കത്തൊന്ന് പോകാൻ, അവിടുത്തെ ആ പുല്ലിലൊക്കെ ഒന്ന് കിടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു എന്നാണ്. കേട്ടിട്ട് നബിക്ക് വിഷമായി. ബിലാൽ റളിയല്ലാഹു അൻഹു ആരാ? മക്കത്തു നിന്നുള്ള തല്ലും കുത്തും അടിയും ഒക്കെ ഉമയ്യത്തിന്റെ പിന്നെ ആളുകൾ അടിച്ച് പാറക്കല്ല് നെഞ്ഞത്ത് വെച്ച് ചുട്ടുകൊള്ളുന്ന മണലിൽ കടത്തിയ ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറയണേ മക്കത്തേക്ക് പോയിട്ട് അവിടുത്തെ ആ ഒരു കാലാവസ്ഥ കിട്ടിയെങ്കിലും എന്ന് പറഞ്ഞാൽ മക്കത്തെ കാലാവസ്ഥ അല്ല മദീനത്ത്. എല്ലാവരും മനസ്സിലാക്കണം. അവിടുത്തെ പനി ഉണ്ടാവാം, ക്ഷീണങ്ങൾ ഉണ്ടാവാം, അതൊന്നും നല്ലത് മോശമല്ല, നല്ല ആളുകളുടെ അടയാളങ്ങളാണ്, അത് മോശമായിട്ട് കരുതണ്ട. പക്ഷെ എന്താണെങ്കിലും അത് സഹിക്കാൻ കഴിയാത്ത അത്ര ആയപ്പോ നബി പേർന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോളെ ഇവിടുത്തെ ഈ ക്ഷീണവും പനി ഒന്ന് ജുഹഫയിലേക്ക് മാറ്റി കൊടുക്കണം. അത് ജുഹഫയിലേക്ക് മാറ്റി, ജുഹഫ എന്ന് പറയുന്ന മീഖാത്തൊക്കെയുള്ള ഏരി, അങ്ങനെ അവിടെയുള്ള ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതി, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു എന്നാണ്. ഒഴിഞ്ഞ ഏരിയയിലേക്ക് പോയിക്കോട്ടെ, ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെയൊക്കെ ഉള്ള പ്രാർത്ഥനകളും മറ്റൊക്കെ കാണാം. അപ്പോൾ
എന്നിട്ടും പൂർണ്ണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്നിട്ടാണ് അവിടെ വലിയ ഗൗരവമുള്ള അവസ്ഥ ഒന്ന് മാറി ചെറിയ അവസ്ഥ. അപ്പൊ മദീനക്കാർക്ക് കുഴപ്പമില്ല, അവിടെ നിൽക്കുന്നവർക്കും പരിചയമുള്ളവർക്കും കുഴപ്പമില്ല. അല്ലാത്ത ഒരാൾ ചെന്നാൽ ബിലാൽ റളിയല്ലാഹുവിനോടൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിനോടൊക്കെ എല്ലാവർക്കും പനിയും ക്ഷീണവും ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു പിന്നല്ല നമ്മൾ മോശമായിട്ട് കാണില്ല, ഇവിടെ വന്നു ഇടങ്ങാറായി എന്നുള്ളൊരു ധാരണ നമ്മളെ മനസ്സിൽ വരരുത് തന്നെ പറയാം. അതൊക്കെ അതിന്റെ സ്വാഭാവികതയാണ്. അപ്പൊ നമ്മളെ ശരീര പ്രകൃതിയിൽ മാറ്റമുണ്ട്, ക്ലൈമറ്റിൽ മാറ്റമുണ്ട്, ഭക്ഷണത്തിന്റെ ശൈലിയിൽ അവിടെ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് അലക്കാനും കുടിക്കാനുള്ള സ്ഥലത്തിൽ മാറ്റം വരും. ഇവിടെ ഇപ്പൊ ബക്കറ്റ് 2 മക്ക ഹറമിലും മദീന ഹറമിലും ഹോട്ടലുകളിലും ബക്കറ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ ഭക്ഷണം തരുന്ന ടീം എവിടുന്നേലും സംഘടിപ്പിച്ച് നമുക്ക് തരുന്നതാണ് ഈ ബക്കറ്റ്. മദീനത്ത് എന്ന അതും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം മദീനത്ത് എന്താ ഉസ്താദ് ഒരു ബക്കറ്റും കൂടി ഇവര് തരാതെ എന്താ ഇവര് ഇങ്ങനെ, ഞാൻ പോകുമ്പോ പറഞ്ഞിരുന്നു, അപ്പൊ ഉറങ്ങിയ കാര്യം കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാനും അങ്ങനെ ചോദിച്ചു വരണ്ട.